തീർച്ചയായിട്ടും യാക്കോബായ സഭയ്ക്ക് ആശ്വാസവും സംതൃപ്തി നൽകുന്ന ഒരു വിധിയാണ്. 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ പള്ളികൾ ഏറ്റെടുക്കുന്നത് അത് പാടില്ല എന്ന് കോടതി വിധിയിലൂടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ, സിവിൽ സൂട്ടുകളിൽ പോലീസ് പ്രൊട്ടക്ഷനും അനുവദനീയമല്ല. പോലീസിന് ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടാമെന്നുള്ളതല്ലാതെ പോലീസ് പള്ളികൾ പിടിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്ന തരത്തിലാണ് വിധിയുടെ പരാമർശം വന്നിരിക്കുന്നത്. സുപ്രധാനമായ വിധിയുടെ പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ നമുക്കതിന്റെ വിശകലനം നടത്താനും അഭിപ്രായങ്ങൾ പറയാനും കഴിയുള്ളൂ. എന്തായിരുന്നാലും യാക്കോബായ സഭയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്ന സമാധാനപരമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഇടവകളിലൊക്കെ ഭൂരിപക്ഷവും നിങ്ങളുടെ ആളുകൾ തന്നെയാണോ? മറ്റ് മറുവിഭാഗത്തിലുള്ള ആളുകൾ തീരെ ന്യൂനപക്ഷമായ ഇടവകളാണോ ഇത്? തീർച്ചയായിട്ടും യാക്കോബായ സുറിയാനി സഭയിലെ വിശ്വാസികൾ ഒരു സ്ഥലത്ത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിധേയത്വത്തിൽ ആ വിശ്വാസത്തിലുള്ള വൈദിക സ്ഥാനികളുടെ കർമ്മങ്ങൾ ആഗ്രഹിച്ച് ഇടവക വിശ്വാസികൾ അവരുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടും പണവും ചെലവഴിച്ച് പടുത്തുയർത്തിയ പള്ളികൾ ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ 34 ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാം, അതിന്റെ പേരിൽ പിടിച്ചെടുക്കുന്ന നടപടിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിധിയിലൂടെ 2017 ജൂലൈ മാസം 3-ാം തീയതിയിലെ വിധി ആ 3 പള്ളികൾക്ക് മാത്രം ബാധകമാവൂ എന്ന് കോടതി പരാമർശിച്ചതോടെ, ഉത്തരവ് പറഞ്ഞതോടുകൂടി ഈ പിടിച്ചെടുക്കപ്പെട്ട പള്ളികളെല്ലാം അത് ഇല്ലീഗലാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് യാക്കോബായ സുറിയാനി സഭാ ദൈവമക്കളുടെ പള്ളികളാണ്. അത് മാന്യമായിട്ടും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തിരികെ നൽകി ഈ നോമ്പ് കാലയളവിൽ ഒരു ക്രിസ്തീയ മാതൃക കാട്ടാൻ മറുവിഭാഗം തയ്യാറായി വ്യവഹാരങ്ങൾ എന്നേക്കും അവസാനിപ്പിച്ച് സമാധാനപരമായി മുന്നോട്ട് പോകാൻ മറുവിഭാഗം തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ ഒരു സമാധാനപരമായി ആ പള്ളികൾ കൈമാറുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ വീണ്ടും സമീപിക്കുകയും ആ പള്ളികൾ തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കാമോ? അത് പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സിനോഡോസുണ്ട്, സഭയുടെ സമിതികളുണ്ട്, ലീഗൽ സെല്ലുണ്ട്. ആ സമിതികളെല്ലാം ആലോചിച്ച് പ്രാർത്ഥിച്ച് ഉചിതമായ തീരുമാനം ഉചിത സമയത്ത് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചൊക്കെ പരിശോധിക്കുകയാണ്. അവിടെയും യാക്കോബായ സഭ ഈ പള്ളി കേസുകൾ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഹർജിയും മറ്റും നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിൽ കൂടി ഒരു ന്യായമായ തീരുമാനം വരികയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ഭവിക്കും എന്നുള്ള ഒരു താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ ഇപ്പോ? തീർച്ചയായിട്ടും സത്യം ജയിക്കും, സത്യമേവ ജയതേ. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ യാക്കോബായ സഭയ്ക്കും സഭാ വിശ്വാസികൾക്കും വേദനയുടെ ഒരു കാലഘട്ടമായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെയും സമാധാനത്തിന്റെയും കാലഘട്ടമായി മാറും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അത് വിശ്വാസപരമായ കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് 100 കുടുംബങ്ങൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിശ്വാസത്തിലും ഭക്തിയിലും വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വാസപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ വിശ്വാസത്തിന്റെ രീതിയിൽ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് പള്ളി പണിയുകയാണ്. അവിടെ ആ വൈദികരുടെ കർമ്മങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി അവർക്ക് വിരുദ്ധമായ മറ്റു വൈദിക സ്ഥാനികൾ പ്രവേശിക്കുന്നതാണ് ഈ പള്ളിത്തർക്കത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അതൊരു ഭരണ നടപടിക്രമം മാത്രമാണ്. എന്നാൽ ആ പള്ളിയുടെ ആത്മീക കാര്യങ്ങൾ നടത്തേണ്ടുന്നത് ഏതൊരു സ്ഥാപന ഉദ്ദേശത്തിലാണോ ആ പള്ളി പണികഴിപ്പിച്ചിട്ടുള്ളത് ആ വിശ്വാസികളുടെ വിശ്വാസത്തിലുള്ള വൈദിക സ്ഥാനികൾ കർമ്മങ്ങൾ നടത്തും. അത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. 34 ഭരണ അടിസ്ഥാനത്തിലല്ല പള്ളികൾ പണിയിച്ചിട്ടുള്ളത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന അതേ ആ പാരമ്പര്യവും വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ പണി കഴിപ്പിച്ച പള്ളികളിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചിറക്കി വിട്ടതാണ് ഈ സഭാ തർക്കത്തിന്റെ പ്രധാന കാരണം. അങ്ങനെ 50-ലധികം പള്ളികൾ, 59ഓളം പള്ളികൾ യാക്കോബായ സഭയ്ക്ക് ജൂലൈ 3 വിധിയുടെ പേരിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ആ 3 പള്ളികൾക്ക് മാത്രമേ അത് ബാധകമാവൂ. അപ്പോൾ ബാക്കിയുള്ള പള്ളികൾ പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണ് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അക്കാര്യങ്ങൾ
സഭ പ്രാർത്ഥിച്ച് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.